ജിൻഡോ ഒക്കെ ഇങ്ങനത്തെ ഒരു ജിൻഡോനെ കണ്ടു നമ്മള് കടുവൊക്കെ പരി പിടിച്ചേരില്ലേ? എന്തായാലും കാരണം വിഷമം കൊണ്ടാ ജനങ്ങളുടെ ജീവിക്കുന്ന ആളാ ജിൻഡോ ഒക്കെ. വിഷമമില്ലാതിരിക്കോ ചാടിക്കളിക്കണേ ഞാനും ജിൻഡോ എന്താ ചെയ്തത്? വേഗം ഒരു വർത്തമാനം പറഞ്ഞ് വേഗം ഉൾവലിയാണ്. അതൊരു നിവൃത്തികേടാണ്. ജനത്തിന് രോഷമുണ്ടാവും, സംശയം എന്താ? ഈ പടക്കം മഴ ചെയ്ത തണുത്തു പോയത് ഈ പടക്കം വാങ്ങി കുത്തിരിക്കുക അതിന്റെ മുകളില് ഇത് പൊട്ടിക്കാൻ വേണ്ടി അധികാരം ഏറുന്നത്. പടക്കം പറഞ്ഞിട്ട് ഞങ്ങളെ മുന്നണിയാണല്ലോ കോൺഗ്രസ്, ഞങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ്. അതിന്റെ നേതാക്കളൊന്ന് കേൾക്കട്ടെ, ഞങ്ങളൊക്കെ ഒരു വേദന എത്രയും പെട്ടെന്ന് ആകണം. ഇത് സമയം എടുത്താൽ ഇവിടെ ഇബിലീസർക്കും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കുറെ വിഷജന്തുക്കൾ ഇന്ന് വാഴുന്ന നാടാണ്. ചിലർ ആഗ്രഹിക്കുന്ന പേരിലേക്ക് എത്തിയില്ലെങ്കിൽ ഉടനെ എത്തിക്കോളും, അത് ഉടനെ പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് ശരിയാണ്. ഇംഗ്ലീഷ് ഇറങ്ങിയിട്ടുണ്ട്, കുറച്ചുപേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താവും അറിയില്ല. കേരളം എന്തിനാ പോകണ പരിപാടി അറിയില്ല. പറയാ കോൺഗ്രസ് വിദ്യാഭ്യാസം ഏറ്റെടുക്കണം, മുക്താക്കാൻ പോകണം. കോൺഗ്രസിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ ആ മുരളീധരൻ മനസ്സിലാക്കണം. എന്താ സത്യപ്രതിജ്ഞ അറിയും നിങ്ങൾ? അല്ല, അത് ശരിയാണ്. എനിക്ക് BJPയോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ BJP ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്നാണെന്ന് എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ആ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് ഒരാൾ പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ ഒരാള് മുഖ്യമന്ത്രി അല്ല മന്ത്രി വേണ്ട വിദ്യാഭ്യാസം ഏറ്റെടുക്കരുതെന്ന് പറയേണ്ട ആവശ്യം എന്താ? പിന്നെ അത് പറയുമ്പോ ഒരു കോൺഗ്രസ് പോലും അതിനെ എതിർത്തിട്ടില്ല, ഒരാൾ പോലും സംസാരിക്കണമായിരുന്നു. ആരും സംസാരിച്ചിട്ടില്ല. കുറെ കാലം മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ എല്ലാ വകുപ്പും ഞങ്ങൾ എക്സൈസ് അല്ലാത്ത ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിന്. പോയി പരിശോധിക്കും, ഓഡിറ്റ് നടത്ത്. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ തമ്പാക്കാൻ പറയും ചേക്കുട്ടി സാറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പുസ്തകത്തിലുണ്ട്. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു നിവേദനം പോലും എന്താണ് കാത്തിരിക്കാതെ അവധി പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയാണ്. അങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത്. സംസ്കൃത സർവകലാശാല ഈ നാട്ടിൽ സ്ഥാപിച്ചത്, മലയാള സർവകലാശാല സ്ഥാപിച്ചത് ഞങ്ങളാ. സാങ്കേതിക സർവകലാശാല കൂസാറ്റ് ഉണ്ടാക്കിയത് ഞങ്ങളാ. അങ്ങനത്തെ ഞങ്ങളെ നേരെ നിങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ വന്ന എന്തോ കുന്താവും. ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുതെന്ന് പറയുമ്പോൾ മറ്റു പാർട്ടികളില്ല. എവിടെ ആരെങ്കിലും ഒന്നും മുണ്ടിയോ? ഒരു അക്ഷരം മുണ്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമായിരുന്നു. പിണറായി വിജയൻ ഈ 10 കൊല്ലം ഈ നാടിനെ മാറ്റിയാണ്. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഏതെങ്കിലും നല്ല അത് നിങ്ങൾ പിണറായിന്റെ തലയിലെന്നുണ്ടല്ലേ? പിണറായി വിജയന്റെ തലയിൽ നിങ്ങൾ തരണ്ട. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ തൂക്കി അകത്തിടാൻ പറ്റുന്ന ഇച്ഛാശക്തി അവസാനം നിങ്ങൾക്ക് പിണറായി വിജയന്റെ കാൽച്ചുവട്ടിൽ തന്നെ പോകേണ്ടി വരും ജനത. അപ്പൊ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമായും MLA-മാരെ ബാധിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് ഇതിപ്പോ 23-ാം തീയതി എല്ലാവരും അന്ന് തീരുമാനമാകുന്ന ദിവസം ഇവരെല്ലാവരും 3 നേതാക്കന്മാരും കൂടി വന്ന് പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞത് 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നാണ്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇത് നീണ്ടു പോകുന്നു. ഇന്നും കൂടിക്കാഴ്ചയുണ്ട്. ഇതിലൊന്നും എന്തിനാ കൂടിക്കാഴ്ചിട്ട് ആവശ്യം? ആ കേസ് ഗവൺമെൻറ് ആക്കണമാക്കിക്കോട്ടെ, അല്ലെങ്കിൽ VD സതീശനാക്കണമെങ്കിൽ ആരെങ്കിലും നേരത്തെ വിട്ട് തീരുമാനിക്കേണ്ടതല്ലേ ഇതൊക്കെ? എന്തായാലും നിങ്ങൾക്ക് 100-102 സീറ്റ് കിട്ടിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ മൂഞ്ചി തെറ്റി ഇങ്ങനെ ഒരു കാര്യം ഒരു എന്തോ ഇല്ല, ഒരു ആലോചന ഇല്ലാണ്ട് നടക്കുന്നൊക്കെ വേസ്റ്റ് ചെയ്യും. എന്ത് മനുഷ്യന്മാരോടോ നിങ്ങൾ. എന്തായാലും എനിക്ക് തോന്നുന്നത് VDയെ വെട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. VD സതീശനെ വെട്ടാനുള്ള പോക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. VDയെ വെട്ടിയാൽ ഉറപ്പായിട്ടും VD കളിക്കും, ഈ മന്ത്രിസഭനെ കളയാക്കും. ഈ ഉമ്മൻചാണ്ടി സാറിന് എൻ്റെ മന്ത്രിസഭയെ പോലും തീവെട്ടിക്കൊല എന്നൊക്കെ എന്താണ് തീവെട്ടിക്കൊള്ള നടന്ന സംഭവമാണ്. ഈ മന്ത്രിസഭയിൽ ആർക്കോ എന്തായാലും അഴിമതിയുടെ കറ പോരണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആളാണ് VD സതീശൻ. അപ്പോൾ അത് നിങ്ങൾ പഴയ ഇൻ്റർവ്യൂ എടുത്ത് കണ്ടാൽ അറിയും. എങ്ങനെയോ ഈ മന്ത്രിസഭയിൽ ഒരു അഴിമതിയുടെ കറ പോരണ്ടിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ആളാണ്. അപ്പോൾ KC വേണുഗോപാലിനെ ആക്കിയാൽ അവിടെ VD കളിക്കും. VDയെ ഒറ്റയ്ക്ക് നിന്ന് വഴിവെട്ടി വന്നവൻ പറഞ്ഞ മോഡലാണ് VD. അതിലെ കൂടെ ഘടകകക്ഷികളായ ലീഗിൻ്റെ സപ്പോർട്ടും കൂടിയുണ്ട്. അപ്പോൾ VDനെ വെട്ടുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇനി ഒരൊറ്റ ഉദ്ദേശമുള്ളൂ സത്യം പറഞ്ഞാൽ, മുഖ്യമന്ത്രി KCയും VD സതീശൻ ഇതും ആവുക, ആഭ്യന്തരം എടുക്കുക. അല്ലെങ്കിൽ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, VD സതീശൻ ആഭ്യന്തരം, KC വേണമെങ്കിൽ അവിടെ മൂലയ്ക്ക് ഇരിക്കട്ടെ.
മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ഇത് കേസ് രണ്ടാൾക്കൊരു പക്ഷമില്ല, പ്രശ്നമില്ല. പിന്നെ കേസ് ചെയ്യണമെന്ന് ആക്കണമെന്ന് ആവശ്യമില്ല, തീരുമാനം എടുക്കാനുള്ളതേ ഉള്ളൂ. അതൊന്നും ചെയ്യുന്നില്ല. എന്ത് പരിപാടിയാണോ കാണിച്ചത്?